كيف حالك؟ كيف حالك؟ How are you? Fine. Okay, كيف حالك؟ زين. Say all of you. زين. Zain. Okay. Zain. Okay, welcome to our Arabic class. Okay. Today we will study about some Arabic letters. Okay. Okay, miss. Where did we stop? ചിഹ്നങ്ങൾ ചേർക്കുന്നത്. എവിടെ വരെ? ഏത് ലെറ്റേഴ്സ് ആണ് കവർ ചെയ്തേ? സ വരെ ആയിരിക്കും അല്ലേ? ലെറ്റർ ലെറ്റർ സ. ഓക്കെ. അർജുൻ 7th ക്ലാസ്, ഏഞ്ചൽ 6th. രണ്ടുപേരെ അയച്ചിട്ടുള്ളൂ. പെട്ടെന്ന് പ്രസന്റ് ആയിക്കോ കേട്ടോ. നിങ്ങളുടെ ക്ലാസ് കൂടി ആഡ് ചെയ്യണേ. സാർ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? എങ്കിലേ മിസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? മിസ് ഞാൻ സെൻഡ് ചെയ്തായിരുന്നു. ഒന്നുകൂടെ ചെയ്യുമോനെ? നേരത്തെ അല്ല, ഇപ്പൊ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞില്ലേ സാറ്? അല്ല, ക്ലാസ് വെച്ച് തന്നെ ഞങ്ങൾ പ്രസന്റ് അയച്ചു. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, മിസ് നോക്കട്ടെ. ആ യെസ് യെസ് യെസ്. ഒരാള് പോലും പ്രസന്റ് ഇടാൻ വിട്ടു പോകരുത്. നിങ്ങളുടെ ഇന്നത്തെ അറ്റൻഡൻസ് ആണ് പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യാ. കാര്യത്തില് ഒന്നുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യാം. ഓക്കേ. Let us start our class with a small prayer. Okay. Join your hand and close your eyes. മൈൻഡ് ഫ്രീ ആക്കി വെക്കുക. ഓക്കെ. നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നന്നായി പഠിക്കണം അല്ലേ? ഓക്കെ. താങ്ക് യു ഗോഡ് ഫോർ വേർഡ്സ് സോ സ്വീറ്റ്. താങ്ക് യു ഗോഡ് ഫോർ ഫുഡ് വി ഈറ്റ്. Thank you God for birds that sing. Thank you God for everything. Thank you God for the words so sweet. Thank you God for food we eat. Thank you God for birds that sing. Thank you God for everything. Okay. Yes. Take your notebook with pencil or pen. Okay. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ലെറ്റർ സ, സ, സി, സു, സൻ, സിൻ, സുൻ. സുൻ. ഓക്കെ, അതായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് Yes, പഠിക്കേണ്ട miss. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെറ്റർ ജീം ആണ്. ജീം 4 അക്ഷരമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യേണ്ടത്. ലെറ്റർ ജീം, ഹ, ഹ, ദാല്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരേ സംഭവമാണ്. ഒരിക്കൽ എഴുതാൻ പഠിച്ച ഒരു കുത്തിലാണ് അത് വ്യത്യാസം വരുന്നത്. ശ്രദ്ധിച്ചോളൂ. മിസ് അത് പഠിപ്പിച്ചായിരുന്നല്ലോ ജിമ്മൊക്കെ. ജീമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ മുത്തേ? അല്ലേ? ഓക്കെ.
കിട്ടില്ലല്ലോ. ഓക്കെ, കുഞ്ഞു ഭാവിയാണ്. LKG കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതാ പഠിപ്പിക്കുന്നത്. മിസ്സിന് ഇന്ന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, വിചാരിച്ച പോലെ എഴുതാൻ പറ്റുന്നില്ലല്ലോ. അലീഫ്, ബ, ത, സ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്ത ലെറ്റേഴ്സ് അല്ലെ? അറബിക് ആൽഫബറ്റ്സിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ലെറ്റേഴ്സ് ആണ് ഇത്. ടുഡേ വി വിൽ സ്റ്റഡി അബൌട്ട് ലെറ്റർ ജീം. ലെറ്റർ ജീം നോക്കണേ. ലെറ്റർ ജീം എങ്ങനെ എഴുതുന്നു നോക്കിക്കോളൂ. ലെറ്റർ ജീം, ലെറ്റർ ജീം ഒന്ന് എഴുതി നോക്കി എല്ലാവരും. ഉള്ളിലാണ് കുത്ത്. ജീം, ലെറ്റർ ജീം. നിങ്ങൾ ഏത് സൈഡിൽ നിന്ന് എഴുതുന്ന അറബി? നിങ്ങളുടെ വലതുവശത്ത് നിന്ന്. നിങ്ങൾ ബുക്ക് വെക്കുക, ബുക്ക് വെച്ചിട്ട് ഇരിക്കുക, നോട്ട്ബുക്ക് വെച്ചിട്ട് ഇരിക്കുക. നിങ്ങളെ വലത് കൈ റൈറ്റ് ഹാൻഡ് എവിടെയാണോ അവിടെ നിന്ന് വേണം നിങ്ങൾ തുടങ്ങാൻ വേണ്ടിട്ട്. അങ്ങനെ തന്നെ എഴുതുന്നേ. ഓക്കെ, ഇനിയും മാറി എഴുതുന്നവരുണ്ട്, മിസ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നോട്ട്ബുക്ക് തുറന്നു വെക്കുക. നിങ്ങളുടെ വലത് സൈഡ്, നിങ്ങൾക്ക് വലത് കൈ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് വേണം അറബി എഴുതാൻ തുടങ്ങാൻ. ഇംഗ്ലീഷ് മലയാളം എഴുതുന്ന സ്ഥലത്ത് നിന്ന് എഴുതരുത്. ഓക്കെ, ക്ലിയർ? ലെറ്റർ ജീം. ഇനി ഇത് നമുക്ക് ജ, ജി, ജു എഴുതണം. ആരെഴുതും? നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഓക്കെ, എഴുതോളൂ. നോക്കട്ടെ ആർക്കൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഇത് നമ്മൾക്ക് എന്തുണ്ടാക്കണം? ജ, ജി, ജു. എഴുതിയോ? ആർക്കെങ്കിലും പറ്റാത്തവരുണ്ടെങ്കിൽ മിസ്സിനോട് ഇപ്പൊ പറയാം. ഗുഡ് മോർണിംഗ്. വൈ ആർ യു ലൈറ്റ്? ടീച്ചറെ നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, ഡോണ്ട് വറി. ആർക്കെങ്കിലും എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എഴുതി മിസ്. ജ, ജി, ജു. നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ നോക്കണ്ടേ? അറിയാത്തവരുണ്ടെങ്കിലോ ശ്രദ്ധിച്ചോളൂ. ജ, താഴെയും ഇടാം ഇവിടെയും ഇടാം കേട്ടോ. ജീന്റെ ജി, ചു. നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലേ?
നെക്സ്റ്റ് ജൻ ജിൻ ജുൻ. ജൻ ജിൻ ജുൻ. ജൻ ജിൻ ജുൻ. ജൻ ജിൻ ജുൻ. ഓക്കെ മിസ് എഴുതാം, കറക്റ്റ് ആണോ നോക്കുക. ജൻ ജിൻ ജുൻ. മിസ്സേ, എന്തോ ഈ നമ്മൾ ഈ ലമ്മും കസറും ഫത്തഹും അല്ലേ രണ്ടെണ്ണമായിട്ട് എഴുതുന്നത്. അപ്പൊ അൻ ഇൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിനെന്താ പറയുന്നത്? മോളു ഫത്തഹ് കസറ് ലം ഇട്ട് കഴിഞ്ഞാൽ ജ ജി ജു എന്നുള്ള വരും. രണ്ടെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ജൻ ജന്ന വായിക്ക, ജിൻ ജുൻ. അതുപോലെ അലിഫിന്റെ മുകളിൽ നമ്മൾ ഒരു വരയിട്ടാൽ എന്താ വായിക്ക? ആ അല്ലേ? രണ്ട് വരയിട്ട അൻ. നെക്സ്റ്റ് ഇ. ഈന്റെ അടിയിൽ അലിഫിന്റെ അടിയിൽ ഒരു വരയിട്ടാലാണ് എന്ത് വായിക്കുന്നത്? ഇ അല്ലേ? മിസ് കാണിച്ചു തരാം, പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, നോക്കിക്കോളൂ. വെരി ഗുഡ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം, അപ്പൊ മറ്റുള്ളവർക്ക് ഉപകരിക്കും. ഓക്കെ, നോക്കിക്കോളൂ. അലിഫ് ഇതിപ്പോ എന്താ വായിക്കുന്നേ? ഇ. ഓക്കെ, നോക്കിക്കോളൂ ഹന്ന, ഡബിൾ വരെയാണ്. ഇതിന് തൻവീൻ ഫതഹ് എന്നാ പറയാ. ഈ രണ്ടെണ്ണം ഇടുന്നതിന് എന്താ പറയാ? തൻവീൻ ഫതഹ്. തൻവീൻ കസ്ർ, തൻവീൻ ലം, രണ്ടെണ്ണം ഒക്കെ ഇടുന്നതിന് അങ്ങനെ പറയുന്നത്. ഈ ആന്റെ മുകളിൽ ഒരു വര തൻവീൻ ലം ഇട്ട് അലിഫിന്റെ മുകളിൽ തൻവീൻ വര ഇട്ട് കഴിഞ്ഞാല് അൻ, ഇൻ, ഉൻ. നെക്സ്റ്റ് നമ്മൾക്ക് ബ എന്ന ലെറ്റർ എടുത്ത് നോക്കാം. ബ. ഓക്കെ, ബ എന്ന ലെറ്റർ എടുത്ത് നോക്കൂ. ബ. ഇതിപ്പോ ബ എന്നാ വായിക്കുന്നത്. എന്താ വായിക്കുന്നത്? ഒരു വരയിട്ട് രണ്ട് വരയിട്ട് കൊടുത്താലോ? തിന്നുന്ന ബന്നല്ല കേട്ടോ. എന്തായിരുന്നു ഹന്ന? ഹന്ന എന്താ മോളെ ഇപ്പൊ വായിക്ക? വെരി ഗുഡ്. നെക്സ്റ്റ് എന്തായിരിക്കും? ബുൻ. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയോ അന്ന? എനി ഡൗട്ട്? ഓക്കെ, സേ ക്ലിയർ. രണ്ടക്ഷരം കൂടെ കാണിച്ചു തരണോ? ഓക്കെ,
ലെറ്റർ സ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇന്ന് പഠിച്ചത് എന്തായിരുന്നു? ലെറ്റർ ജീം അല്ലേ? ലെറ്റർ ജീം പഠിച്ചു. ജാ ജീജു നിങ്ങൾ എഴുതി. ഷഹാന. ഷഹാന ടൈപ്പ് ചെയ്തോളൂ മോളെ. എന്തായിരുന്നു? ടെൽമി. എന്താ മോളെ? എന്ത് എഴുതണോന്ന് ക്ലിയർ ആവുന്നില്ല. കൈ നീങ്ങിപ്പോയതാണ്. ടൈപ്പ് ചെയ്യാമോ? മോള് ചോദിക്കുന്നത് ക്ലിയർ ആവുന്നില്ല. ഉറക്കെ ചോദിച്ചോളൂ, കുഴപ്പമില്ല. അറിയാണ്ട് കൈ തട്ടിപ്പോയെന്നാ പറയുന്നേ. കൈ തെറ്റിപ്പോയെന്നോ? കൈ തട്ടിപ്പോയെന്ന്. ആ ഓക്കെ 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 ഓക്കെ. ഞാൻ വിചാരിച്ച ഷഹാന എന്തോ ഡൗട്ടാണ് ചോദിക്കുന്നതെന്നാ. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്? ലെറ്റർ ജീം എഴുതി, ജാ ജീജു എഴുതി, ജൻ ജിൻ ജുൻ എഴുതിയില്ലേ? അപ്പൊ എത്ര ലെറ്റർ പഠിച്ചു നമ്മള്? അലിഫ്, ബാ, താ, സാ, ജീം. 28 ലെറ്റേഴ്സ് ആണ് അറബിക് ആൽഫബറ്റ്സിൽ ഉള്ളത്. ക്ലിയർ ആണോ? ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ അറബിക് ആൽഫബറ്റ്സ്? പഠിച്ചിട്ടുണ്ട് മക്കളെ. ഒന്നുകൂടെ നമുക്ക് തറവാക്കിയാലോ? പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാ മിസ് ഇത്ര സ്ലോ ആക്കുന്നത്. കുറച്ചങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഒരു 4-5 ലെറ്റേഴ്സ് ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് കവർ ചെയ്യണം. പെട്ടെന്ന് ലെറ്റേഴ്സ് തീർത്തിട്ട് വേണം നമ്മൾക്ക് വാക്കുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വേർഡ്സ് എഴുതണ്ടേ? മിസ് സെക്കൻഡ് അറബിക് ക്ലാസ്സിൽ 10 അക്ഷരം പഠിപ്പിച്ചല്ലേ? ജിമ്മൊക്കെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ന്യൂ കമേഴ്സിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് മിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ക്യാച്ച് ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ പഠിച്ചു വരുന്നതല്ലേ. അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിസ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തത്. മിസ്സിനെ അറിയാം, ലെറ്റർ റാ വരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ആ, മിസ്സിന് ഓർമ്മയുണ്ട്. ഓക്കെ, കുറച്ചും കൂടി സ്പീഡ് ആക്കാൻ തോന്നുന്നു അല്ലേ മിസ്? ഓക്കെ, അപ്പൊ അലിഫ്, ബ, ത, സ, ജീം എടുത്തു. ജാ ജീജു ജൻ ജിൻ ജുൻ എഴുതിയില്ലേ? നെക്സ്റ്റ് ലെറ്റർ ഹ. ലെറ്റർ ഹ സെയിം തന്നെയാണ് ഹ എഴുതേണ്ടത്, ശ്രദ്ധിച്ചോളൂ. കുത്തില്ല, ഒന്നുമില്ല. ദാ ഹ, ഇത്ര മാത്രം മതി. ഇത് നിങ്ങളെ ഹ, ഹി, ഹു എഴുതുക. ഹ, ഹി, ഹു. ഹൻ, ഹിൻ, ഹുൻ. ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ടോ മിസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മിസ്സ കഴിഞ്ഞു. ഒരു മിനിറ്റ്, നിങ്ങൾ പ്രസന്റ് ഒന്ന് മിസ് കഴിഞ്ഞു മിസ്. ചെയ്തോട്ടെ. ഓക്കെ,
ആൾക്കാര് വളരെ കുറവാണല്ലേ നമ്മൾ ക്ലാസ് കയറിയത്. ഓക്കെ. ഇപ്പൊ എഴുതിയല്ലേ? അപ്പൊ എത്ര ലെറ്റർ കവർ ചെയ്തെന്ന്? 6 ലെറ്റർ കവർ ചെയ്തു. ഇത് ഹ, ഹി, ഹു. നിങ്ങൾ നന്നായിട്ട് എഴുതണേ. മിസ് മൗസ് വെച്ച് എഴുതുന്നോണ്ടാണ് ഇങ്ങനെ കേട്ടോ. നെക്സ്റ്റ് ഹൻ, ഹിൻ, ഹുൻ. ഹൻ, ഹിൻ, ഹുൻ. ഹൻ, ഹിൻ, ഹുൻ. ഓക്കെ, എഴുതി. നെക്സ്റ്റ് ലെറ്റർ സെയിം തന്നെയാണ്, ശ്രദ്ധിക്കണേ. ലെറ്റർ ഹ. നമ്മൾ ജീമിന് എവിടെയാ മക്കളെ കുത്തിട്ടത്? എവിടെയായിരുന്നു ജീമിന് കുത്തിട്ടത്? നടുക്കല്ലേ? ഹ എന്ന ലെറ്ററിന് എവിടെയാ വരുന്നത് കണ്ടോ നിങ്ങള്? മുകളില്. യാ, ഹ. കുത്ത് മാറരുത്. ഹ. അറബിക്കിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ? അറിയാതെ നിങ്ങളെ പെന്നോ പെൻസിലോ വെച്ച് എവിടെയെങ്കിലും കഷ്ടകാലത്തിന് ഒരു കുത്ത് വന്നാല് വാക്ക് മാറി. ഇപ്പൊ നിങ്ങളോട് മിസ് ജ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാതെ അതിന് മുകളിലായിട്ടൊരു കുത്ത് വീണാൽ അത് അക്ഷരം മാറി, ജ പോയിട്ട് ഹ ആയി. ഓക്കെ, എഴുതിക്കോളൂ ലെറ്റർ ഹ. ഹ. ഇനി ഹ, ഹി, ഹു. ഹ, ഹി, ഹു. ഹ, ഹി, ഹു. ഹൻ, ഹിൻ, ഹുൻ. ഹൻ, ഹിൻ, ഹുൻ. പെട്ടെന്ന് എഴുതൂ. എഴുതിയ ഹന്ന റോസ്? വെരി ഗുഡ് മിസ് ഞാൻ ആദ്യം തന്നെ എഴുതി. എഴുതി വെച്ചോടാ. ആ. ഓക്കെ, നിങ്ങൾ ഫാസ്റ്റ് ആണല്ലോ മിസ്സിനെക്കാളും. ഓക്കെ, എല്ലാരും എഴുതിയിട്ടുണ്ട് അല്ലേ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണേ. നിങ്ങൾ ഏതായാലും ക്ലാസ് കഷ്ടപ്പെട്ട് കയറുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കന്നെ വേണം, ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാം കേട്ടോ. ബാക്കി എല്ലാ സബ്ജക്റ്റിനെ പോലെ തന്നെ ഇതും നമുക്ക് ഈസി ആക്കി എടുക്കാം. ആരാ പറഞ്ഞ അറബി ടഫാന്ന്? ടഫാണോ മക്കളെ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഓക്കെ. നിങ്ങളാണ് മിസ്സിന്റെ എനർജി. നിങ്ങൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന് ആർക്കോ വേണ്ടി, സാറിന് വേണ്ടിയും നമ്മുടെ അമ്മക്ക് വേണ്ടിയൊക്കെ ക്ലാസ്സിൽ കയറുമ്പോൾ മിസ്സിനെ നിങ്ങളെ കാണുമ്പോൾ സങ്കടം. ഇൻട്രസ്റ്റോട് കൂടി വരിക കേട്ടോ. നമുക്ക് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പഠിക്കാം. മിസ് നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടോ? ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ പഠിപ്പിച്ചു തരാം മിസ്.
Letter Jim, ha, kha. Next letter dal. Next letter dal. Dal എങ്ങനെ എഴുതാന്ന് മിസ് പറഞ്ഞുതരാം. ഇതാ നോക്കിക്കോണേ. ദാൽ. നിങ്ങളുടെ സി എഴുതുന്നില്ലേ, അത് നേരെ തിരിച്ചിങ്ങോട്ട് ഇട്ടാ മതി. ദാൽ. ഇനി നിങ്ങൾ എഴുതേണ്ടത് ദ, ദി, ദു, ദൻ, ദിൻ, ദുൻ. ദ, ദി, ദു, ദൻ, ദിൻ, ദുൻ. എഴുതി മിസ്സേ. വെരി ഗുഡ്. എഴുതി ഗുഡ് ഗുഡ് ഗുഡ്. എഴുതി മിസ്. ഓക്കെ. എഴുതി. അതിന്റെ പേന്റെ ടൈം ആയിട്ടോ. നോക്ക് പെട്ടെന്ന്. ദൻ, ദിൻ, ദുൻ എഴുതിയോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് ഒരു ലെറ്റേഴ്സും കൂടെ മിസ് പറഞ്ഞുതരാം. ഒരു ലെറ്ററും കൂടെ പറഞ്ഞുതരാം. ഇത് ലെറ്റർ ദാലാണ്. ഇനി നെക്സ്റ്റ് എഴുതാം മിസ് എഴുതാൻ പോകുന്നത്. സാൽ. യാ, വെരി ഗുഡ്. ലെറ്റർ സാൽ. മുകളിൽ ഒരു കുത്ത്. ഓക്കെ. ഇനി അപ്പൊ നമ്മള് 9 ലെറ്റർ കവർ ചെയ്തിട്ടുണ്ട്. 9 ലെറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാ? എഴുതാ. ഓക്കെ. അലിഫ്, ബാ, താ, സാ, ജീം, ഹ, ഖ, ദാല്, സാല്. ഇതിന്റെ ഓരോന്നും നമ്മൾ ഫതഹ്, കസ്റും, ലമ്മും, തൻവീൻ, ഫതഹ്, തൻവീൻ, കസ്ർ, തൻവീൻ, ലമ്മ് ചേർത്ത് എഴുതി അല്ലേ? ഓക്കെ. സ്റ്റേ ക്ലിയർ? യെസ്. ഓക്കെ. എനി ഡൗട്ട്സ്? ഇല്ല. ഓക്കെ. Set time I wind up. Okay. Okay, thank you. Thank you, ma'am. Okay, thank you. Thank you, ma'am. Bye, miss. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും നേരത്തെ വരിക കേട്ടോ. യെസ്. ഓക്കെ.